പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ ഷനോജ് ലാൽ. ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യത്തെ ഹോംവർക്കിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഹോംവർക്ക് 8. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇവിടെ നമ്മൾ 3 ട്രയാങ്കിൾസ് കാണാം. ഈ 3 ട്രയാങ്കിൾസിന് കോമൺ ആയിട്ട് പൊതുവായിട്ടൊരു വശമുണ്ട്, ഒരു സൈഡ് ഉണ്ട്. ഈ സൈഡ് ഡയമീറ്റർ ആയിട്ട് സർക്കിൾസ് വരച്ചു, 3 സർക്കിൾസ് വരച്ചെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾസിന്റെ രണ്ടല്ലാത്ത മൂന്നാമത്തെ വെർട്ടെക്സ്, ഈ വെർട്ടെക്സിന്റെ ഒക്കെ പൊസിഷൻസ് എവിടെയാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഇത് ഡയറക്റ്റ് ചോദ്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടി. എന്താ പ്രോപ്പർട്ടി പഠിച്ചിട്ടുള്ളത്? ഒരു സർക്കിളിലെ ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് വെച്ചിട്ട്, 2 സൈഡായിട്ട് വെച്ചിട്ട് നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആവും എന്നുള്ള കാര്യം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്നാമത്തെ വെർട്ടെക്സ് സർക്കിളിലാണെങ്കിൽ ഇവിടെ റൈറ്റ് ആംഗിൾ, മൂന്നാമത്തെ വെർട്ടെക്സ് സർക്കിളിനുള്ളിലാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 90, മൂന്നാമത്തെ വെർട്ടെക്സ് സർക്കിളിന് പുറത്താണെങ്കിൽ ലെസ് ദാൻ 90 എന്നുള്ള മാത്രം ആലോചിച്ചാൽ മതി. സോ വാട്ട് അബൌട്ട് ദിസ് പോയിന്റ്? ഈ പോയിന്റ് ഗ്രേറ്റർ ദാൻ 90 ആയതുകൊണ്ട് സർക്കിളിന്റെ ഇന്റീരിയറിലാണ്. ഇത് എവിടെയാണ് ഉണ്ടാവുക? ഇന്റീരിയർ, സർക്കിളിന്റെ ഉള്ളിലാണ്. ഇത് എവിടെയുണ്ടാവുന്നത്? ഈ പോയിന്റ് ഈസ് ഓൺ ദി സർക്കിളാണ്, സർക്കിളിലാണ്, സർക്കിളിന്റെ മുകളിൽ അല്ലെ. ഈ പോയിന്റ് ആണ് ഈസ് എൻ എക്സ്റ്റീരിയർ പോയിന്റ്, ഈസ് എൻ എക്സ്റ്റീരിയർ പോയിന്റ് എന്ന് ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാൻ പറ്റുന്ന വളരെ ലഘുവായിട്ടുള്ള ഒരു ചോദ്യമാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്, അതിലെ 3 ആംഗിൾസും തന്നിട്ടുണ്ട്. ഈ ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജത്തിന്റെ ഡയഗണൽസ്, 2 ഡയഗണൽസ് നമുക്ക് വരയ്ക്കാം. ഈ ഡയഗണൽസ് ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിൾസ് വരച്ചു. 2 സർക്കിൾസ് വരയ്ക്കാൻ പറ്റും നമുക്ക്. 2 ഡയഗണൽസ് ഉള്ളതുകൊണ്ട് 2 സർക്കിൾസ് വരയ്ക്കാം. അങ്ങനെ വരയ്ക്കുന്ന സർക്കിൾസ് വരച്ചാൽ ആ സർക്കിൾസിൽ ബാക്കി 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 വേർട്ടിസസ് ഉൾപ്പെടുമോ, അല്ലെങ്കിൽ സർക്കിളിന്റെ ഉള്ളിലാണോ പുറത്താണോ അല്ലെങ്കിൽ സർക്കിളിന്റെ മുകളിലാണോ എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ഇപ്പം നമുക്കിവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന് വേണമെങ്കിൽ പേര് കൊടുക്കാം, എ ബി സി ഡി. ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേകത എന്താണ്? ക്വാഡ്രിലാറ്ററിലെ എല്ലാ ആംഗിൾസും കൂടി കൂട്ടിയാൽ 360 കിട്ടും. അപ്പൊ നമുക്ക് ഈ 4 ആംഗിൾസ് കൂട്ടിയാൽ 360 കിട്ടും. പക്ഷെ 3 ആംഗിൾസ് ഇവിടെ തന്നിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 4th ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം 4th ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി കൂട്ടിയാൽ മതി. 105, 55, 110, 360 എന്ന് കുറച്ചാൽ മതി. ഇത് 3 കൂടി കൂട്ടിയാൽ കിട്ടുന്നത് എത്രയായിരിക്കും നോക്കാം. 105 ഇത് എത്രയും കൂട്ടിയാൽ 160, 260, 270 ആണ്. 270 ആണ് എയും ബിയും സിയും കൂടി കൂട്ടിയാൽ കിട്ടും. അത് 360 എന്ന് കുറച്ചാൽ ആംഗിൾ ഡി കിട്ടും. ആംഗിൾ ഡി ഈക്വൽ ടു വാട്ട്? 90. സോ ആംഗിൾ ഡി 90 എന്ന് കാണിക്കാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചാൽ 90. നമ്മൾ ആദ്യം എ സി ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഡി എവിടെയാണ് ഉണ്ടാവുക? ഡി ഈസ് ഓൺ ദി സർക്കിൾ. ഡി വൃത്തത്തിന് മുകളിൽ, ഡി ഓൺ ദി സർക്കിൾ. എന്താ കാരണം? ഇവിടെ 90 ഡിഗ്രി ആയതുകൊണ്ടാണ്. എത്രയായതുകൊണ്ട്? 90 ഡിഗ്രി. വാട്ട് അബൌട്ട് ദിസ് വെർട്ടെക്സ്? ഈ വെർട്ടെക്സ് എവിടെയാണ്? ബി 55 ആണ്, ലെസ് ദാൻ 90 ആണ്. ബി എവിടെയാണ് ഉണ്ടാവുക? സർക്കിളിന് പുറത്ത് അല്ലെ, ഔട്ട്സൈഡ് ദ സർക്കിൾ. വൃത്തത്തിന്റെ പുറത്തെ പോയിന്റ് ആയിരിക്കും ബി ഉണ്ടാവുന്നത്. ഇനി നമുക്കൊരു ഡയഗണൽ കൂടി വരയ്ക്കാം. ഏതാ ഡയഗണൽ? ബി ഡി എന്ന് പറയുന്ന ഡയഗണൽ വരയ്ക്കാം. അപ്പോൾ ബി ഡി ഡയമീറ്റർ വ്യാസമായിട്ട് സർക്കിൾ വരയ്ക്കുമ്പോൾ, ഇപ്പോൾ ബി ഡി വ്യാസമായിട്ട് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ ആംഗിൾ നോക്കിയാൽ ഈ ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 90. എവിടെയാണ് ഉണ്ടാവുക? ഇന്റീരിയറിലാണ് ഉണ്ടാവുക, ഇൻസൈഡ് ദി സർക്കിൾ. ഈ ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ഈസ് ഓൾസോ ഇൻസൈഡ് ദി സർക്കിൾ, വൃത്തത്തിനുള്ള ഉണ്ടാവും. അപ്പം ഇങ്ങനെ 2 കേസാണ് ഉണ്ടാവുന്നത്. ഇത് വരച്ച് നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ആംഗിൾ മാത്രം നോക്കിയിട്ട് കണ്ടെത്തും. ഇതാണ് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്നുള്ളത് അറിയാം. നമ്മൾ 3rd ക്വസ്റ്റ്യനും ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് തന്നെയാണ്, ഈ പ്രോപ്പർട്ടി തന്നെയാണ് ഉപയോഗിക്കുക. ഇവിടെ നമുക്ക് സൈഡ്സ് തന്നിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സ് തന്നിട്ടുണ്ട്. 13 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ സൈഡ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു ട്രയാങ്കിൾ തന്നിരിക്കുന്ന വശങ്ങളുടെ അളവ് വെച്ചിട്ട് അതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്ന് കണ്ടെത്താൻ പറ്റും.
എങ്ങനെ മനസ്സിലായി? റൈറ്റ് ട്രയാങ്കിൾ ആണെന്നുള്ള മട്ടത്രികോണമാണെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? അതിൻ്റെ ചെറിയ രണ്ട് സൈഡുകളുടെ സ്ക്വയേഴ്സിൻ്റെ സമ്മ് വലിയ സൈഡിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആണ്. പൈതഗോറസ് തിയറം അതിൽ എന്താവുന്നുണ്ട്? ശരിയാവുന്നുണ്ട്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മളെ സൈഡുകൾ തന്നിട്ടുള്ളത് എത്രയാണ്? ഒന്ന് 12 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ കിട്ടിയാൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ കിട്ടുകയാണെങ്കിൽ നമ്മളത് റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണമാണെന്ന് തെളിയിക്കാൻ പറ്റും. നമുക്ക് 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ചെയ്ത് നോക്കാം. അത് എത്രയാണ്? 144 പ്ലസ് 25 169 ഈസ് ഈക്വൽ ടു 13 സ്ക്വയർ ആണ്. അപ്പോൾ ഈ സൈഡ് എത്രയായിരിക്കും ഉണ്ടാവുക? 13 ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡ്, ചെറിയ രണ്ട് സൈഡ്സിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മ് വലിയ സൈഡിന്റെ സ്ക്വയറിന് ഈക്വൽ ആണെങ്കിൽ ദ ഗിവൺ ട്രയാങ്കിൾ ഈസ് റൈറ്റ് ആംഗിൾഡ്. തന്നിരിക്കുന്ന ത്രികോണം മട്ട ത്രികോണമാണെന്ന് ആദ്യം മനസ്സിലാക്കാൻ പറ്റും. വശങ്ങളുടെ അളവുകൾ വെച്ച് തന്ന ത്രികോണം മട്ട ത്രികോണമാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഈ ആംഗിൾ ആണ് 90 ഡിഗ്രി ആവുക. ഏറ്റവും വലിയ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആയിരിക്കും റൈറ്റ് ആംഗിൾ. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇതിൽ ഓരോ സൈഡും ഡയമീറ്റർ ആയിട്ട് സർക്കിൾസ് വരച്ചാൽ മൂന്നാമത്തെ വെർട്ടെക്സ് എവിടെയായിരിക്കും? എന്താണ്? നമ്മൾ ഓരോ വശവും വ്യാസമായിട്ട് വൃത്തങ്ങൾ വരച്ചാൽ ആ ത്രികോണത്തിന്റെ മൂന്നാമത്തെ ശീർഷത്തിന്റെ സ്ഥാനം എവിടെയായിരിക്കും എന്നാണ്. നമുക്ക് 3 സൈഡ്സ് അതിനുള്ളത്. ഏതൊക്കെയാണ്? AB എന്നൊരു സൈഡ്, BC എന്നൊരു സൈഡ്, AC എന്നൊരു സൈഡ്. നമുക്ക് ഈ മെഷേഴ്സിന്റെ ആവശ്യമില്ല, മായ്ക്കാം. നമുക്കിവിടെ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ പ്രത്യേകത ഒന്ന് ആലോചിച്ച് നോക്കാം. എന്താണ് റൈറ്റ് ട്രയാങ്കിളിന്റെ പ്രത്യേകത? ഒരു മട്ടത്രികോണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൺ ആംഗിൾ ഈസ് ഓൾവേസ് ഈക്വൽ ടു 90. ഒരു കോണ് 90 ആയിരിക്കും. ബാക്കി രണ്ട് ആംഗിൾസിനെ പറ്റി എന്താ പറയുക? ദാറ്റ് 2 ആംഗിൾസ് ആർ അക്യൂട്ട് ആംഗിൾസ് ആണ്. ബാക്കി രണ്ടെണ്ണം ന്യൂന കോണുകളാണ്. എന്ന് പറഞ്ഞാൽ രണ്ടും 90-ൽ കുറവാണ്. അപ്പോൾ ഈ ആംഗിളും 90-ൽ കുറവാണ്, ഈ ആംഗിളും 90-ൽ കുറവാണെന്നുള്ള മനസ്സിലായത്. രണ്ട് ആംഗിൾസും 90. നമുക്കിനി ഇപ്പോൾ നമ്മൾ AB ആണ് ഡയമീറ്റർ ആയിട്ട് എടുക്കുന്നത് വിചാരിച്ചു. AB ഡയമീറ്റർ ആയിട്ട് എടുത്ത് നമ്മൾ ഈ സർക്കിൾ വരയ്ക്കണം. ഇപ്പോൾ സെമി സർക്കിൾ ഞാൻ അവിടെ വരച്ചു വെച്ചുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ പൊസിഷൻ എവിടെയായിരിക്കും ഉണ്ടാവുക? ഇന്റീരിയർ ആണോ എക്സ്റ്റീരിയർ ആണോ? സോ വെൻ ദ സിയിൽ എവിടെയാണ് ഉണ്ടാവുന്നത്? എക്സ്റ്റീരിയറിലാണ്, പുറത്താണ് ഉണ്ടാവുക. കാരണം ലെസ് ദാൻ 90 ആണ്, ലെസ് ദാൻ 90 ആണ്, പുറത്താണ്. ഇനി നമ്മൾ ഈ ഒരു ബി, അതുപോലെ തന്നെ ബി എടുത്തിട്ട് നമ്മൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുക. അതിപ്പോൾ ഞാൻ സെമി സർക്കിൾ വരയ്ക്കുന്നത് സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എ എവിടെയാണ് ഉണ്ടാവുന്നത്? ദിസ് ഓൾസോ ലെസ് ദാൻ 90 ആയതുകൊണ്ട് എക്സ്റ്റീരിയർ. ഇനി നമ്മൾ AC ഡയമീറ്റർ ആയിട്ട് വരച്ചാൽ AC ഡയമീറ്റർ ആയിട്ട് ബി ഏതിൽ കൂടി സർക്കിളിൽ ഒരു പോയിന്റ് ആയിട്ട് കിട്ടും. ഇവിടെ 90 ആയതുകൊണ്ട് അല്ലേ, 90 ആണുള്ളത്. സോ ബി ഈസ് ഓൺ ദി സർക്കിൾ. ഈ ഒരു പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് തന്നെ ഇത് നമുക്ക് തെളിയിച്ചെടുക്കാൻ പറ്റും. 4th ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് AB ആയി O സെന്റർ ആയിട്ടുണ്ട് സർക്കിൾ വരച്ചു. ഈ സർക്കിളിന്റെ ഇതിന്റെ റേഡിയസ് വെച്ചിട്ട് അത് ഡയമീറ്റർ ആയിട്ട് ചെറിയൊരു സർക്കിൾ കൂടി വരച്ചു. റേഡിയസ് വെച്ചിട്ട് ഇത് ഡയമീറ്റർ ആയിട്ട് ചെറിയൊരു സർക്കിൾ കൂടി വരച്ചിട്ടുണ്ട്. സോ ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇതിന്റെ റേഡിയസ് ആണ് അല്ലേ? ഇത് വലിയ സർക്കിളിന്റെ ഡയമീറ്റർ, ഇത് ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ. ഓക്കെ ആണല്ലോ. നമ്മൾ ഈ സർക്കിൾ രണ്ടും കൂടി ഒരു പോയിന്റ് മീറ്റ് ചെയ്തിട്ട്, ഇവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് A ആണ്. ഈ A നിന്ന് വരയ്ക്കുന്ന ഏത് കോഡിനെയും എന്താ പറയുന്നത്? Aയിൽ നിന്ന് വരയ്ക്കുന്ന ഏതൊരു ഞാണിനെയും ഈ ചെറിയ സർക്കിള് സമഭാഗം ചെയ്യും. എന്താ പറഞ്ഞത്? നമ്മുടെ ചോദ്യം എന്താ തെളിയിക്കേണ്ടത്? നമ്മൾ ഈ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ഏതൊരു കോഡ്, ഈ പോയിന്റ് എന്ന് വരയ്ക്കുന്ന ഏതൊരു കോഡിനെയും ഈ സർക്കിൾ എന്ത് ചെയ്യുന്നു? ബൈസെക്ട് ചെയ്യുന്നു. ഞാനൊരു കോഡ് ഇവിടെ വരയ്ക്കുന്നുണ്ട്. കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. കോഡ് എന്ന് പറഞ്ഞാൽ സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് മീറ്റ് ചെയ്ത് വരയ്ക്കുന്നതാണ് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എയിൽ നിന്നിട്ടൊരു കോഡ് വരയ്ക്കുന്നത്, ആ കോഡ് നമുക്ക് C ആണെന്ന് വിചാരിക്കും. AC പോയിന്റ് എന്തായിരിക്കും? ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഈ പോയിന്റ് AC-യുടെ മിഡ് പോയിന്റ് ആണ് തെളിയിക്കണം. എന്താ തെളിയിക്കണം? മിഡ് പോയിന്റ് ആണ് തെളിയിക്കണം. AC-യുടെ മിഡ് പോയിന്റ് ആണ് D എങ്കിൽ AC-യെ ഈ സർക്കിൾ എന്ത് ചെയ്യുന്നു? ബൈസെക്ട് ചെയ്യുന്നു, അഥവാ സമഭാഗം ചെയ്യുന്നു തെളിയിക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ഇതേ പ്രോപ്പർട്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് AO ഒരു ഡയമീറ്റർ ആയതുകൊണ്ട്
ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് ഇങ്ങോട്ട് ജോയിൻ ചെയ്താൽ ഇവിടെ നമുക്ക് എന്താ കിട്ടുക? ഒരു റൈറ്റ് ആംഗിൾ കിട്ടും, മട്ടത്രികോണം കിട്ടും. അതുപോലെ ഈ എ ബി ഡയമീറ്റർ ആയതുകൊണ്ട് സി ബിയിലേക്ക് ജോയിൻ ചെയ്താൽ ഇവിടെയും ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. 2 റൈറ്റ് ട്രയാങ്കിൾസ് നമുക്ക് അവിടെ ലഭിച്ചു. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ കിട്ടുന്ന 2 ട്രയാങ്കിൾസിനെ നോക്കാം. 2 ത്രികോണങ്ങൾ അവിടെ ലഭിച്ചിട്ടുണ്ട്. 2 ത്രികോണങ്ങളും മട്ടത്രികോണങ്ങളാണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ്. അത് ക്ലിയർ ആണല്ലോ. കാരണം 2 ത്രികോണവും റൈറ്റ് ട്രയാങ്കിൾസ് ആവാനുള്ള കാരണം ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ അല്ലേ എന്നുള്ള പ്രോപ്പർട്ടിയാണ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടത്. ഇത് മാത്രമാണ് സർക്കിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഈ 2 സെപ്പറേറ്റ് ആയിട്ട് ത്രികോണങ്ങളെ നമ്മൾ മാറ്റി വരച്ചിട്ടുണ്ട്. ഈ 2 ട്രയാങ്കിൾസ് നമ്മൾ മാറ്റി വരച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പേര് ADO. ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ACB ഈസ് ഓൾസോ അനദർ റൈറ്റ് ട്രയാങ്കിൾ. സോ ഈ ട്രയാങ്കിൾസ് രണ്ടും സിമിലർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ കാര്യം തെളിയിച്ചെടുക്കാൻ പറ്റും. എങ്ങനെയാണ് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യുക? ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള മിനിമം കണ്ടീഷൻ ഒരു വഴി, ഒരു ട്രയാങ്കിളിൻ്റെ 2 ആംഗിളുകൾ മറ്റൊരു ട്രയാങ്കിളിലെ 2 ആംഗിളിനോട് ഈക്വൽ ആയ ട്രയാങ്കിൾസ് എന്തായി സിമിലർ ആവും അഥവാ സദൃശ്യമാവും. ഇവിടെ ആ ഒരു പ്രത്യേകത വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം തെളിയിച്ചെടുക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ ഈ ചിത്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള 2 റൈറ്റ് ട്രയാങ്കിൾസും മാറ്റി വരച്ചിട്ടുണ്ട്. ആദ്യത്തെ റൈറ്റ് ട്രയാങ്കിളിന്റെ പേര് ADO, രണ്ടാമത്തത് ACB. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ 2 റൈറ്റ് ട്രയാങ്കിൾസും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പോവാണ്. എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. നമുക്ക് ഈ ആംഗിളും കോമൺ ആയിട്ടുള്ള ആംഗിൾസ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ആംഗിൾ DAO ഈക്വൽ ടു ആംഗിൾ CAB. റീസൺ എന്താണ്? കോമൺ. അതുപോലെ ആംഗിൾ ADO എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അത് തന്നെയാണ് ആംഗിൾ ACB. കാരണം ഇത് രണ്ടും പെർപെൻഡിക്കുലേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ സിമിലാരിറ്റി പ്രൂവ് ചെയ്യാനുള്ള വഴി എന്താണ്? 2 ട്രയാങ്കിൾസ് സിമിലർ ആവണമെങ്കിൽ ഒരു ട്രയാങ്കിളിന്റെ 2 ആംഗിളുകൾ മറ്റൊന്നിന്റെ 2 ആംഗിൾസുമായിട്ട് ഈക്വൽ ആയാൽ മതി. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾസ് സിമിലർ ആണ്. ഒരു ത്രികോണത്തിന്റെ 2 കോണുകൾ മറ്റൊരു ത്രികോണത്തിന്റെ 2 കോണുകളുമായിട്ട് തുല്യമായ ത്രികോണങ്ങൾ എന്തായിരിക്കും? സദൃശ്യങ്ങളായിരിക്കും. അപ്പോൾ ആ 2 ത്രികോണങ്ങൾ സദൃശ്യങ്ങൾ എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. 2 ആയി കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ X ആണെങ്കിൽ ഇവിടെ X തന്നെയല്ലേ? ഓക്കെ, മറ്റൊരു 90 ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഈക്വൽ ആവുമെന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എഴുതുന്നു ട്രയാങ്കിൾ ADO സിമിലർ ടു ട്രയാങ്കിൾ ACB. ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? സിമിലർ ട്രയാങ്കിൾസിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. സദൃശ്യ ത്രികോണങ്ങൾക്കുള്ള പ്രത്യേകത അതിൻ്റെ സമാന വശങ്ങൾ ഒരേ അംശബന്ധത്തിലായിരിക്കും. സിമിലർ ട്രയാങ്കിൾസിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ പ്രൊപ്പോർഷൻ എന്ന് പഠിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട സൈഡുകൾ മാത്രം എടുക്കുക. നമുക്ക് വേണ്ട സൈഡ് ഒന്ന് ADയും ACയും ആണ് നമുക്ക് കാര്യങ്ങൾ വേണ്ടത്. അപ്പോൾ നമുക്കത് വെച്ചിട്ടുള്ള എഴുതാം. അപ്പോൾ നമ്മൾ എഴുതുന്നു ADക്ക് കറസ്പോണ്ടിങ് ആയ സൈഡ് അതാണ് AC ഈക്വൽ ടു AO ബൈ AB എന്ന് എഴുതാൻ പറ്റും. AD ബൈ AC എന്താണ്? AO ബൈ AB. നമ്മൾ ABയും AOയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. എന്താണ് ABയും AOയും തമ്മിൽ റിലേഷൻ? AB യുടെ ഹാഫാണ് AO, അല്ലെങ്കിൽ AOയുടെ ഡബിൾ ആണ് AB. അപ്പോൾ വേണമെങ്കിൽ ABക്ക് പകരം AOയുടെ ഡബിൾ എഴുതാം. 2 ടൈംസ് ഓഫ് AO എഴുതി കൂടെ. അപ്പോൾ നമുക്കിവിടെ ഒരു റിലേഷൻ കൊടുക്കുമ്പോൾ AO ഡിവൈഡ് ബൈ 2 ടൈംസ് ഓഫ് AO. AO ക്യാൻസൽ ആയി പോയാൽ എന്താ കിട്ടുക? 1/2. ആര് 1/2? AD ബൈ AC ഈക്വൽ ടു 1/2. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇതെടുത്തിങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ 2 ടൈംസ് ഓഫ് AD ആണ് AC എന്ന് കിട്ടും. എന്താ കിട്ടിയത്? 2 ടൈംസ് ഓഫ് AD ആണ് AC. അതായത് ADയുടെ ഡബിൾ ആണ് AC. അപ്പോൾ ADയുടെ ഡബിൾ ആണ് AC എന്ന് പറഞ്ഞാൽ D ആരാണ് ACയുടെ? D is the midpoint of AC. D ആരുടെ മിഡ് പോയിന്റ് ആണ്? ACയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ AC ഈസ് ആക്ച്വലി എ കോഡ്. AC ഒരു കോഡാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ D അതിന്റെ മിഡ് പോയിന്റ് ആണെങ്കിൽ ഈ D എന്ന് പറയുന്നത് സർക്കിളും ഈ ACയുമായിട്ടുള്ള ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ആണല്ലോ. ഈ വൃത്തവും ഇതുമായിട്ടുള്ള ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ആണ്.
അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ സർക്കിൾ ഈ ലൈനിനെ, അതായത് ഈ കോഡിനെ ബൈസെക്ട് ചെയ്യുന്നു. സർക്കിൾ ഈ കോഡിനെ ബൈസെക്ട്. ഇത് എങ്ങനെ വരച്ചാലും, എത്ര കോഡ്സ് ഇതിൽ വരച്ചാലും ഇത് ഇങ്ങനെയാണ്. നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. ഇങ്ങനെ നമ്മളൊരു കോഡ് വരച്ചു എന്ന് വിചാരിച്ചു, അതും ഇതേപോലെ തന്നെ സംഭവിക്കും. നമ്മൾ ഇങ്ങനെ വരച്ചു എന്ന് വിചാരിച്ചോളൂ, ഇങ്ങനെ വരച്ചാൽ ഇതുപോലെ സംഭവിക്കും. ഇത് എത്ര കോഡ്സ് അങ്ങനെ വരച്ചാലും നമുക്ക് ഇതേ ഒരു കാര്യം നമുക്ക് തെളിയിക്കാൻ പറ്റും. ഇനി നമുക്ക് 5th ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സെറ്റ് സ്ക്വയർ ആണ് വെച്ചിട്ടുള്ളത്. ഒരു സർക്കിളിന് മുകളിൽ ഒരു സെറ്റ് സ്ക്വയർ വെച്ചപ്പോൾ അതിൻ്റെ 2 സൈഡുകൾ സർക്കിൾ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ സെറ്റ് സ്ക്വയറിൽ നോക്കിയാൽ നമുക്ക് ആ കട്ട് ചെയ്യുന്ന ആ ഒരു നമ്പർ കാണാം. അവിടെ 3 ആണ്, അവിടെ അതുപോലെ 6ലാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സെറ്റ് സ്ക്വയറിൽ ഒരു ആംഗിൾ 90 എന്ന് നമുക്കറിയാലോ. ഇവിടുത്തെ ആംഗിൾ 90 ആണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ കട്ട് ചെയ്ത ഈ പോയിന്റും കൂടി ജോയിൻ ചെയ്താൽ കിട്ടുന്ന ലൈൻ എന്തായിരിക്കും? ഈ സർക്കിളിന്റെ സെന്റർ കൂടെ പാസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതൊരു ഡയമീറ്റർ ആണ്. അപ്പോൾ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ് കിട്ടിയത്. ഈ സൈഡ് 3 ആണ്, ഇത് 6 ആണ്. ഇത് പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് കണ്ടെത്താം. √3² + 6² എന്ന് ചെയ്താൽ മതി. ഇറ്റ് ഈസ് 9 + 36 √45. √45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ 9 × 5 എന്ന് എഴുതാം. അതിനെ 3√5 എന്ന് ചുരുക്കി എഴുതാൻ കുഴപ്പമില്ല. അല്ലെങ്കിൽ √45 എന്ന് ആലോചിച്ചാൽ മതി. ചോദ്യത്തിൽ പറഞ്ഞ ഈ സർക്കിളിന്റെ പെരിമീറ്ററും അതുപോലെ ഏരിയയും കാണണം, ചുറ്റളവും പരപ്പളവും കാണണം. നമുക്കത് ഈ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ നോക്കാം. ഏരിയക്ക് ഫോർമുല ഏരിയ = πr² ആണ്, അഥവാ ആരം അല്ലെ, റേഡിയസ് എത്രയാണോ അതിന്റെ സ്ക്വയർ ചെയ്യണം. ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ √45ന്റെ പകുതിയാണ്. ഇത്രയും നീളമാണ് √45, അതിന്റെ ഹാഫ് ആണ് ആരം. അപ്പോൾ നമുക്ക് ഇതിന്റെ ഏരിയ കാണാൻ π × √45/2 ഹോൾ² എന്ന് എഴുതാം. നമുക്കൊന്നും കൂടി ചെറുതാക്കിയിട്ട് π × √45ന്റെ സ്ക്വയർ /2² എന്ന് എഴുതാം. മാറ്റി എഴുതുമ്പോൾ π × √45ന്റെ സ്ക്വയർ 45ഉം 2ന്റെ സ്ക്വയർ 4ഉം ആണ്. മാറ്റിയിട്ട് വേണമെങ്കിൽ 45π/4 അത്രയും cm². ഞാൻ എഴുതിയാൽ മതി. ഡെസിമൽ ആക്കണമെങ്കിൽ നിങ്ങളത് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കാൽക്കുലേറ്റർ വെച്ച് കണ്ടുപിടിക്കും. നമുക്ക് ഏരിയൻ്റെത് ഡെസിമൽസ് ആയിട്ട് കറക്റ്റായിട്ട് കാണണമെങ്കിൽ ഇത് നമ്മൾ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ മതി. 45 × 3.14 / 4 ഏകദേശം 35.33 കിട്ടും. 35.33 cm². ഒരു കാര്യം കൂടി പറയാനിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താണ്? പെരിമീറ്റർ അഥവാ അതിൻ്റെ ചുറ്റളവ് കാണണം. പെരിമീറ്റർ 2πr ആണ്. ഈ ചുറ്റളവ് 2πr. അപ്പോൾ നമ്മൾ 2π × ഇവിടെ r എന്ന് പറയുന്നത് √45/2 ആണ്. അപ്പോൾ √45/2. ഈ 2 കട്ട് ചെയ്ത് പോവും. നമുക്ക് π × √45 എന്ന് എഴുതാം. π അങ്ങനെ എഴുതാം. √45 നമ്മൾ നേരത്തെ എഴുതി 3√5 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോ പൈയുടെ വില 3.14 × 3 × √5യുടെ വാല്യൂ എത്രയാണ്? √5 ഈസ് ഏകദേശം 2.236 ആണ്. 2.236. ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ 21.063, ഏകദേശം 21.06 സെന്റിമീറ്റർ. 6ാമത്തെ ചോദ്യം നോക്കാം. 2 സർക്കിൾസ് വരച്ചിട്ടുണ്ട്. ചെറിയ റേഡിയസ് ഉള്ളതും വേറെ ഇതിനേക്കാൾ വലിയ റേഡിയസ് ഉള്ള 2 സർക്കിൾസ് ആണ്. രണ്ടും 2 പോയിന്റിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റ് എ ആണ്, ബി ആണ്. 2 പോയിന്റ്സ് മീറ്റ് ചെയ്തു. ഈ സർക്കിളിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഡയമീറ്റർ വരച്ചിട്ടുണ്ട്. അത് ഇവിടെ പിയിൽ മുട്ടുന്നുണ്ട്. അതുപോലെ ഇവിടെ നിന്നിട്ട് ഒരു ഡയമീറ്റർ വരച്ചിട്ടുണ്ട്. അത് ക്യൂവിൽ മുട്ടുന്നുണ്ട്.
ഒന്നാമത്തെ ചോദ്യം, ഈ 3 പോയിന്റുകൾ പി ബി ക്യു ലൈ ഓൺ എ ലൈൻ എന്ന് പറഞ്ഞാൽ പി ബി ക്യു എന്നീ 3 ബിന്ദുക്കൾ ഒരേ വരയിലാണെന്ന് നമുക്ക് തെളിയിക്കണം. അപ്പം എങ്ങനെയാണ് ഈ 3ഉം കൂടി ഒരേ ലൈനിൽ ഒരു വര വരച്ചു കഴിഞ്ഞാൽ അതിൽ 3 ഉൾപ്പെടുന്ന തെളിയിക്കണം. 3 points ലൈ ഓൺ എ ലൈൻ. ഒരു ഇതിൽ നമ്മൾ എന്ത് കൺസെപ്റ്റാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് നോക്കാം. 3 പോയിന്റ്സ് ഒരു വരയിലാണ് നമുക്ക് ഇങ്ങനെ തെളിയിക്കാൻ പറ്റുക. ഈ 3 പോയിന്റുകൾ ഒരു ലൈനിലാണെങ്കിൽ നമ്മളിവിടെ ഒരു ലൈൻ വരച്ചിട്ട് ഈ ആംഗിൾ കൂടിയിട്ട് ലീനിയർ പെയർ അല്ലെങ്കിൽ 180 ഡിഗ്രി തെളിയിച്ചാൽ മതി. ഈ കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്കിത് പ്രൂവ് ചെയ്തെടുക്കാം. എങ്ങനെ നോക്കാം. നമുക്കിവിടെ എ പി ഒരു ഡയമീറ്റർ ആണ്. ഇപ്പോൾ ഡയമീറ്റർ ആയതുകൊണ്ട് ബി സർക്കിളിലുള്ള ഒരു പോയിന്റ് ആയതുകൊണ്ട് ഇവിടേക്ക് ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ 90 കിട്ടും. അപ്പോൾ നമുക്കിവിടെ എഴുതാൻ പറ്റും ആംഗിൾ പി ബി എ ഈക്വൽ ടു 90. നമ്മൾ നേരത്തെ പഠിച്ച പ്രോപ്പർട്ടിയാണ്. അതുപോലെ എ ക്യു ഡയമീറ്റർ ആയതുകൊണ്ട് ഈ ബി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് സർക്കിളിൻ്റെ മുകളിലായതുകൊണ്ട് ഈ വലിയ സർക്കിളിലെ ഈ ആംഗിൾ ഇതും എന്തായിരിക്കും 90 തന്നെയാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ക്യു ബി എ ഈസ് ഓൾസോ 90. അപ്പോൾ രണ്ടും 90 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ആംഗിൾ പി ബി എ പ്ലസ് ആംഗിൾ ക്യു ബി എ ഈക്വൽ ടു 90 പ്ലസ് 90 180 ഡിഗ്രി. അപ്പോൾ ഒരു ലൈനിൽ വേറെ ലൈനിൽ ഒരു കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് രണ്ട് ആംഗിളിൻ്റെ സമ്മ 180 സപ്ലിമെൻ്ററി ആണ്. അപ്പോൾ നമ്മൾക്ക് ഇപ്പം കിട്ടിയ കാര്യം എന്ന് പറയുന്നത് പി ബി പി ക്യു എന്ന് പറയുന്ന കിട്ടിയ കാര്യം പി ക്യു എന്ന് പറയുന്ന ലൈനിൻ്റെ മുകളിലൊരു പോയിന്റ് ബി ആണ്. ഇവിടെ നമ്മൾ എ ബി എന്ന് പറയുന്നത് അതിനെ ഒന്ന് കട്ട് ചെയ്തൊരു ലൈനാണ്. ഇവിടെയുള്ള രണ്ട് ആംഗിൾസും കൂടി സപ്ലിമെൻ്ററി ആണ്. രണ്ട് ആംഗിൾസും കൂടി കിട്ടിയാൽ 180 കിട്ടിയെങ്കിൽ അനുപൂരകങ്ങളായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ 3 പോയിന്റുകൾ ഒരേ ലൈനിലാണെന്ന് പറയാൻ പറ്റും. സോ വി ക്യാൻ ഈസിലി പ്രൂവ് ദാറ്റ് പി ബി ക്യു ലൈ ഓൺ എ ലൈൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമ്മൾക്ക് എന്താ പറഞ്ഞത്, ഈ ഫസ്റ്റ് സർക്കിളിൽ ആദ്യത്തെ സർക്കിളിലെ സെൻറ്റർ ആയിട്ടുള്ള സി വിചാരിക്കാം, രണ്ടാമത്തെ സർക്കിളിലെ സെൻറ്റർ, ഈ രണ്ട് സെൻറ്റേഴ്സും ജോയിൻ ചെയ്തിട്ടുള്ള വര ദിസ് ലൈൻ ഈസ് പാരലൽ ടു ദി തേർഡ് സൈഡ് ആൻഡ് ഓൾസോ ഹാഫ് ദ ലെങ്ത് ഓഫ് ദി തേർഡ് സൈഡ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡബിൾ ആണ് ഇതെന്ന് പറയാം. ഈ രണ്ട് വരകളും സമാന്തരമാണെന്നും ഇതിൻ്റെ നീളത്തിൻ്റെ ഇരട്ടിയാണ് ഇതെന്ന് നമുക്ക് പറയാം. നമ്മൾ ഇത് 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു തത്വമാണ്, ഒരു പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട് 8ാം ക്ലാസ്. ഈ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഒരു ട്രയാങ്കിളിലെ ഏതെങ്കിലും രണ്ട് സൈഡുകളുടെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് ഈ തേർഡ് സൈഡിന്റെ ലെങ്ത്തിന്റെ പകുതിയും അതിന് പാരലൽ ആയിരിക്കും. ഇവിടെ നമുക്ക് അറിയുന്ന കാര്യം പി ക്യു പാരലൽ ടു ബി സി, സമാന്തരമാണ് ബി സി. അതുപോലെ പി ക്യു ഈക്വൽ ടു ഹാഫ് ഓഫ് ബി സി, അല്ലെങ്കിൽ ബി സി ഈക്വൽ ടു ഡബിൾ ഓഫ് പി ക്യു. ഈ കൺസെപ്റ്റാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം സി ഡി എന്ന് പറയുന്നത് ആർക്ക് പാരലാണ്? പി ക്യൂന് പാരലാണ്. സി ഡി സമാന്തരമാണ് പി ക്യു. കൂടാതെ പി ക്യു കിട്ടാൻ 2 ടൈംസ് ഓഫ് സി ഡി. 7th ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഐസോസിലസ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഈക്വൽ സൈഡ്സ് ഡയമീറ്റർ ആയിട്ട് രണ്ട് സർക്കിൾസ് വരയ്ക്കുകയാണെങ്കിൽ ഇത് തേർഡ് സൈഡിൻ്റെ മിഡ് പോയിന്റ് കൂടെ കടന്നു പോകും. ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യവശങ്ങൾ വ്യാസങ്ങളായിട്ട് വൃത്തങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ആ വൃത്തങ്ങൾ മൂന്നാമത്തെ വശത്തിൻ്റെ മധ്യബിന്ദുവിലൂടെ കടന്നു പോകും. നമുക്ക് ഇങ്ങനെയൊരു ഐസോസിലസ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇതിന് പേര് കൊടുക്കാം എ ബി സി. ഇതിന് തുല്യമായിട്ടുള്ള വശങ്ങൾ ഇതാണ്. എ ബിയും എ സി ഈക്വൽ ആണ്. നമ്മളിവിടെ ചെയ്യുന്ന കാര്യം എയിൽ നിന്നിട്ട് ബി സിയിലേക്കൊരു പെർപെൻഡിക്കുലർ അഥവാ ലംബം വരയ്ക്കുകയാണ്. ഡിയിൽ മുട്ടിയെന്ന് വിചാരിക്കുക. പെർപെൻഡിക്കുലർ വരച്ചാൽ എന്താ സംഭവിക്കുക? ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ബി ഡിയും സി ഡിയും ഈക്വൽ ആവും. ബി ഡി ഈക്വൽ ടു സി ഡി ആണ്. എന്താ കാരണം? ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സ് നിന്ന് ഈക്വൽ സൈഡിലെ ഒരു ഈ വെർട്ടെക്സ് നിന്ന് ഓപ്പോസിറ്റിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ സൈഡിനെ ബൈസെക്ട് ചെയ്യും. അവിടെ ബി ഡി ഈക്വൽ ടു ഡി സി ആണ്. നമുക്കിവിടെ റൈറ്റ് ആംഗിൾ ആയതുകൊണ്ട് എ ബി ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന
എന്തായാലും ഡി കൂടെ പാസ് ചെയ്യും, കാരണം ഇവിടെ 90 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ AC ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുകയാണെങ്കിലും അതും ഇതിലൂടെ പാസ് ചെയ്യും, നമ്മൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന വളരെ കൃത്യമായിട്ട് നമുക്ക് തെളിയിക്കാം. ഇവിടെ കോണുകൾ, ഇവിടെ രണ്ട് ആംഗിൾസും 90 അല്ലേ, രണ്ട് ആംഗിൾസും 90 ആയതുകൊണ്ട് ഈ AB ഡയമീറ്റർ ആയ സർക്കിള് ഡി കൂടെ പാസ് ചെയ്യും, AC ഡയമീറ്റർ ആയ സർക്കിളും ഡി കൂടെ പാസ് ചെയ്യും. രണ്ടും 90 ആണ് അല്ലേ. ആംഗിളിനെ സെമി സർക്കിൾ എന്നോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടോ. 8th ക്വസ്റ്റ്യൻ നോക്കുക. നമുക്കൊരു റോംബസ് തന്നിട്ടുണ്ട്, അഥവാ സമഭുജ സാമാന്തരികൾ. അതിൻ്റെ ഓരോ സൈഡും, എല്ലാ സൈഡുകളും ഈക്വൽ ആയിരിക്കും റോംബസിൻ്റെ, അതറിയല്ലോ അല്ലേ. ഓരോ സൈഡും ഡയമീറ്റർ ആയിട്ട് 4 സർക്കിൾസ്, കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള സർവസമങ്ങളായിട്ടുള്ള 4 വൃത്തങ്ങൾ വരച്ചു കഴിഞ്ഞു. അതെല്ലാ സർക്കിൾസും ഒരു കോമൺ പോയിന്റ് കൂടെ പാസ് ചെയ്ത് തെളിയിക്കും. ദേ ഓൾ പാസസ് ത്രൂ എ കോമൺ പോയിന്റ്. നമുക്ക് ചിത്രം ഇതാണ്, നമുക്ക് പേര് കൊടുക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ABCD എന്ന് പറയുന്ന റോംബസ് സമഭുജ സാമാന്തരികത്തിൽ ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈ സൈഡും 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓൾസോ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ ഈ ബിയിൽ നിന്ന് ഡിയും തമ്മിൽ ജോയിൻ ചെയ്യാം. ബിയും ഡിയും ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയത് ABD എന്ന് പറയുന്ന ഐസോസെലസ് ട്രയാങ്കിൾ. തൊട്ട് മുമ്പിലുള്ള ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞു ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് വിചാരിച്ചോളൂ. അതിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ അല്ലേ, ആ പെർപെൻഡിക്കുലർ കൂടെ 2 സർക്കിൾസ് പാസ് ചെയ്യുന്നു പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു, ഈ ഡയഗണൽ കൂടി വരച്ചെന്ന് വിചാരിച്ചു. ഈ 2 ഡയഗണൽസ് BD എന്ന ഡയഗണലും AC എന്ന ഡയഗണലും ഞാൻ വരച്ചിട്ടുണ്ട്. ഈ 2 ഡയഗണൽസും മ്യൂച്വലി പെർപെൻഡിക്കുലേഴ്സ് ആണ്. ABD എന്ന് പറയുന്ന ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ഇവിടേക്ക് ഈ വരയ്ക്കുന്നത് പെർപെൻഡിക്കുലർ ആണ്, ഇതും ഇവിടെ പെർപെൻഡിക്കുലർ ആണ്. ഇത് O ആണെങ്കിൽ നമുക്ക് ഇവിടുത്തെ 2 ആംഗിൾസും എന്താണ് 90 ആണ്. അതുകൊണ്ട് ഈ 2 സർക്കിൾസും, ഈ സർക്കിളും ഈ സർക്കിളും, ഒന്നാമത്തെ സർക്കിളും രണ്ടാമത്തെ സർക്കിളും ഓയിൽ കൂടെ പാസ് ചെയ്യും. ക്ലിയർ അല്ലേ? ഞാൻ നമ്മൾ ചെയ്താൽ ഒന്നാമത്തെ രണ്ടാമത്തെ സർക്കിൾ ഇതിൽ കൂടെ പാസ് ചെയ്യുന്നു, ഓയിൽ കൂടെ പാസ് ചെയ്യുന്നു. ഇത് 90 ആയതുകൊണ്ട്. അതുപോലെ ഇവിടെയും 90 ആണല്ലോ. അപ്പോൾ BC ഡയമീറ്റർ ആയ സർക്കിളും CD ഡയമീറ്റർ ആയ സർക്കിളും ഇതിൽ കൂടെ തന്നെ പാസ് ചെയ്യും. സോ all these 4 circles passes through the common point O. ഈ എല്ലാ വൃത്തങ്ങളും ഓയിൽ കൂടെ തന്നെ പാസ് ചെയ്യുന്ന നമ്മൾ തെളിയിക്കും. ഈ 8th ചോദ്യത്തിലെ ലാസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്യുന്നത് 7th അതേ പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. ഫസ്റ്റ് പാർട്ട് ചെയ്ത ആ പ്രോപ്പർട്ടി വെച്ചിട്ട് തന്നെയാണ് 7th ചോദ്യം നമ്മൾ ചെയ്തതേ പ്രോപ്പർട്ടി തന്നെയാണ് ഉപയോഗിക്കുക. അതായത് ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ സൈഡ് ഡയമീറ്റേഴ്സ് ആയിട്ട് വരുന്ന സർക്കിൾസ് പാസസ് ത്രൂ എ കോമൺ പോയിന്റ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 2 ഐസോസെലസ് ട്രയാങ്കിൾസ് ഉണ്ടാക്കുകയാണ്. പേര് കൊടുക്കാം, ABCD എന്ന് പേര് കൊടുത്താൽ ഈ BD ജോയിൻ ചെയ്തെന്ന് വിചാരിച്ചോ. BD ജോയിൻ ചെയ്താൽ ഇവിടെ ഉണ്ടാവുന്ന ട്രയാങ്കിൾ ABD ഈസ് ഐസോസെലസ്. So these 2 circles passes through a common point. അതുപോലെ ഇതേ ബേസുള്ള BD എന്ന് പറയുന്ന ബേസുള്ള വേറൊരു ഐസോസെലസ് ട്രയാങ്കിളും കൂടി ഉണ്ട്, അത് കൂടെ കാണാം. ഇതും ഈ സൈഡുകളും ഈക്വൽ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 2 സർക്കിൾസും കൂടി കോമൺ പോയിന്റ് കൂടെ പാസ് ചെയ്യും. സോ ഇവിടെ BD കോമൺ സൈഡ് ആയതുകൊണ്ട് BD ഈസ് കോമൺ. സോ ഇതാണ് നമ്മളുടെ കോമൺ പോയിന്റ് ഫോർ ഓൾ ദീസ് 4 സർക്കിൾസ്. BD ഈസ് കോമൺ ഫോർ ദീസ് 2 ഐസോസെലസ് ട്രയാങ്കിൾസ്. അതുകൊണ്ട് O എന്ന് പറയുന്ന പോയിന്റ് 4 സർക്കിൾസിനും കോമൺ ആയിട്ടുള്ള പോയിന്റ് ആയിരിക്കും. ഇത്രയുമാണ് നമ്മളുടെ ഹോംവർക്കുകളുടെ ആൻസേഴ്സ്. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഒരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോരാ, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യണം, പേഴ്സണലൈസ് ചെയ്ത് വെക്കുക. എന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ഉടനെ തന്നെ ക്ലാസ്സുകൾ ലഭ്യമാകും. താങ്ക് യു.